നോമ്പ്. അപ്പൊ അവർക്ക് നമ്മൾ ഇതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. നാട്ടിൽ പഠിക്കുന്ന സ്കൂളിൽ നിന്നും അവിടുത്തെ സംസ്കാരം നമ്മൾ കിട്ടും. വേണ്ട മോറൽ ക്ലാസ്സുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. നമ്മുടെ നമ്മുടെ പേരൻസ്, ഗ്രാൻഡ് പേരൻസിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെയുള്ള സംസ്കാരങ്ങൾ അവർക്ക് കിട്ടും. അല്ലെങ്കിൽ സഹൃദരായ നല്ല ആളുകൾ കാണുമ്പോൾ ഒരു കുട്ടിയെ പറ്റി അല്ലെങ്കിൽ കുടുംബത്തിൽ ചെല്ലുമ്പോൾ ഒത്തിരി ഗുണപാഠങ്ങൾ താരാട്ടിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ കൊച്ചു കഥകളുടെ രൂപത്തിലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇവിടെ നമ്മുടെ ഇളം തലമുറക്ക് അങ്ങനെ കിട്ടുന്നില്ല. നമ്മളെല്ലാവരും നമ്മുടെ മാതാപിതാക്കളെ നല്ല രീതിയിൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. നമ്മളുടെ മനസ്സിലുണ്ട് ഒരു കുടുംബത്തിലെ കുടുംബനാഥൻ അല്ലെങ്കിൽ കുടുംബനാഥ. ആ കുടുംബം എന്ന സങ്കല്പത്തിൽ വന്നു കഴിയുമ്പോൾ തൻ്റെ മക്കളിൽ നിന്ന് അല്ലെങ്കിൽ തൻ്റെ കുടുംബാംഗങ്ങളിൽ നിന്ന് അർഹിക്കുന്ന പ്രാധാന്യം അല്ലെങ്കിൽ അർഹിക്കുന്ന ബഹുമാനം നമ്മുടെ മക്കളിൽ നിന്ന് കിട്ടണമെന്നുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറുപ്പം മുതലേ ഇങ്ങനെയുള്ള ഈ പരിശീലന ക്ലാസ്സുകൾ വേണം ഞാൻ പറയണം. ഇങ്ങനെയുള്ള ഈ വേദികളിൽ ഇങ്ങനെയുള്ള ഈ സാഹചര്യങ്ങളിൽ കുട്ടികളെ നമ്മൾ അല്പം ക്ഷമയും അല്പം സമയവും കണ്ടെത്തി പങ്കെടുപ്പിച്ച് നമ്മൾക്ക് കൊണ്ടുപോയെങ്കിലേ കിട്ടത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള വേദികൾ അല്ലെങ്കിൽ ഇങ്ങനെ അവസരങ്ങൾ കിട്ടുമ്പോൾ കുറച്ച് ആളുകളെ ഉള്ളെങ്കിലും കൂടുമ്പോൾ ഇമ്പം. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഒരുമിച്ച് ഒരു മുഖത്തോടെ ഇരിക്കുമ്പോൾ അവിടെ ഇമ്പം ഉണ്ടാകുന്നു, സന്തോഷമുണ്ടാകുന്നു. നേരെ മുഖത്തോട് സംസാരിക്കുന്നു, മനസ്സിൽ വിദ്വേഷങ്ങൾ മാറി പരസ്പരം അടുക്കുന്നു. അത് കുട്ടികളായാലും മുതിർന്നവരായാലും എല്ലാവരും അങ്ങനെ തന്നെ. അപ്പൊ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ വിസ്മരിക്കുന്നത്. അപ്പൊ ഞാൻ ചുരുക്കുകയാണ്, പരസ്പരം അറിയുന്നതിന്, പരസ്പരം സ്നേഹിക്കുന്നതിന്